എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫിൻലാൻഡിലാണ്. ഫിൻലാൻഡിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു അവിടോട്ട് പോകണമെന്നുള്ളത്. അത് ദൈവാനുഗ്രഹത്താൽ ഇന്ന് നടന്നു. അപ്പം ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ബോർഡിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അങ്ങോട്ട് പോകെയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മുടെ ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് നോർവീജിയൻ എയർലൈൻസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:10 അതാണ്. 11:10 ഇപ്പോൾ ഏകദേശം ബോർഡിംഗ് ടൈം ആയി. നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഗാഡ്വിക് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ. ടെർമിനൽ ചെക്ക് ചെയ്യണം. ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ ആയി കാണും. 11:10 11:10 അതുകൊണ്ട് 11:10 ഗേറ്റ് ഇൻഫർമേഷൻ അറ്റ് 10:31. ഓക്കെ, സ്റ്റിൽ നമുക്ക് ടൈം ഉണ്ട് കേട്ടോ. 10:31 അവർ ഡിസൈഡ് ചെയ്യുള്ളൂ ഏതാ ഗേറ്റ് എന്ന്. നമുക്കിന്ന് ആ നേരം കൊണ്ടൊന്ന് കറങ്ങിയിട്ട് വരാം. നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് റൊവേനിയയിലാണ്. അപ്പോൾ അത് എത്തുന്നത് അവിടുത്തെ ടൈം 4:10 ഒക്കെ ആകുമ്പോഴാണ്. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണേ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമുക്ക് കിട്ടിയ സീറ്റ് 19 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി പോകാൻ ത്രിൽഡായിട്ടിരിക്കുക. അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഫ്ലൈറ്റ് വളരെ സ്പേഷ്യസ് ആണ്. അധികം ആൾക്കാരൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് ഒരാളും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി. കാരണം അത്രമാത്രം സ്പേസ് ഉണ്ട് ഇതിൽ. കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ കാരണം കയറി കഴിഞ്ഞിട്ട് ബാഗ് എടുത്ത് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു. ബോഡി ഷേമിങ്. Wait for about 5 minutes. Sure. Yeah. പെട്ടത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ആണ്. ജസ്റ്റ് 5 minutes. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ ലാൻഡിങ് കഴിഞ്ഞു. നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പം ടെമ്പറേച്ചർ -11 ആയിരുന്നു. ഭയങ്കര തണുപ്പ്. ഇത്രയും തണുപ്പൊന്നും ഞാനിതുവരെയായിട്ട് എക്സ്പോസ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. എയർപോർട്ടിനുള്ളിൽ ഇത് ബാഗേജ് കളക്ട് ചെയ്യുന്ന ഏരിയയാണ്. ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് ഇതുവരെയായിട്ടും പോയി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ
നമ്മൾക്ക് ക്യാബ് ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് യൂബർ ഉണ്ട്, മെനിവ, ടാക്സി, അങ്ങനെ പല പല കമ്പനീസ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റെൻ്റൽ കാറിനുള്ള ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റൽ കാർ എടുക്കാനായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഇത്രയും സ്നോയിൽ നമ്മൾ ഇതിലായിട്ടും ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം നമ്മൾ അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് നമുക്ക് ഒന്നുകിൽ യൂബർ അല്ലെങ്കിൽ മെനിവ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ക്യാബ് എപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടോ അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാമെന്നായിരുന്നു നമ്മളുടെ പിന്നത്തെ പ്ലാൻ. പിന്നെ ലോക്കൽ ബസ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് എയർപോർട്ട് ടു ഇത് റൊമാനിയ സിറ്റി ആ ഒരു ഏരിയയിൽ മാത്രമേ ഇത് കൂടുതലും ബസ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ട്. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് റൊവനിമി സിറ്റിയിലോട്ട് ബസ് സർവീസാണ് യൂസ് ചെയ്തത്. 2 പേർക്ക് ഞങ്ങൾക്ക് 16 euro ആണ് ആയത് അവിടുന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഷോപ്പൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഷോപ്പിലൊക്കെ കയറി കണ്ടു. ഈ കാണുന്നത് റെയിൻഡിയറിൻ്റെ സ്കിന്നാണ്, ഒറിജിനലാണ്. പുള്ളിക്കാരൻ പറയാം ഇതിലാണ് ലാപ്ലാൻഡിലുള്ള ആൾക്കാർ കിടക്കുന്നതെന്ന്. കാരണം അതുമാതിരി തണുപ്പാണ്. ഈ കാണുന്നത് റെയിൻഡിയറിൻ്റെ കൊമ്പ്. ഇത് ഫുള്ള് ക്രിസ്മസ് തീമിൻ്റെ ഒരു ഷോപ്സാണ് കൂടുതലും ഉള്ളത്. അതുപോലെ ഡെക്കറേഷനും ആണെങ്കിൽ ഫുൾ ആ ഒരു തീമിലാണ്. റെയിൻഡിയർ, പിന്നെ സാന്താക്ലോസ്. അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അയ്യോ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചു. ഉദ്ദേശിച്ചത് സെറ്റപ്പ് കൊള്ളാം കേട്ടോ. സെറ്റപ്പ് കൊള്ളാം, പക്ഷെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം നമ്മുടെ ഫ്ലൈറ്റിൽ ഫ്രഷാണ്. ക്യാബിൻ ബാഗ് മാത്രമേ ഉള്ളൂ. പിടിച്ചോ, മറ്റേ ബ്ലൗസ് എടുക്കും. അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിൽ വന്ന് ഷോപ്പുകളൊക്കെ കണ്ട് ഫുഡും കഴിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷനിലോട്ട് പോയി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത്. ഒരു 10 minutes യാത്രയുണ്ടായിരുന്നു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. നല്ല സൂപ്പർ വൈബായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഒരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ. പക്ഷേ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാലും ഒരു ഫാമിലി ആയിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഫുൾ നമ്മളുടെ ഒരു ഹോട്ടലിൽ എങ്ങനെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു. അതുപോലെ TV, ഫ്രിഡ്ജ്, അല്ലാത്ത എല്ലാ കാര്യങ്ങളും അതിനകത്തിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇടുന്നില്ല ഉള്ളിലത്തെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി വീഡിയോകളിൽ നമ്മൾ അവിടെ ചെയ്തിരുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്.